ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വിദ്യാലയങ്ങളിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയായ ജൂനിയർ റെഡ് ക്രോസിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും നടക്കാറുള്ള ABC ലെവൽ സർട്ടിഫിക്കറ്റ് പരീക്ഷകൾക്കും സംസ്ഥാനതല വേറെ നടക്കുന്ന ക്യൂസ് മത്സരങ്ങൾക്കും ഏറെ പ്രയോജനമാകുന്ന ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇത്തരം മത്സര പരീക്ഷകളിൽ ആവർത്തിച്ച ചോദ്യോത്തരങ്ങളാണ് കൂടുതലായും ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ പുതുപുത്തൻ വിജ്ഞാനപരമായ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ യഥാസമയവും ലഭിക്കുന്നതാണ്. ആദ്യത്തെ ചോദ്യം, അന്താരാഷ്ട്ര റെഡ് ക്രോസ് ദിനം എന്നാണ്? ഉത്തരം മെയ് 8. രണ്ടാമത്തെ ചോദ്യം, റെഡ് ക്രോസ് ദിനമായി ആചരിക്കുന്ന മെയ് 8 ആരുടെ ജന്മദിനമാണ്? ഉത്തരം ജീൻ ഹെൻറി ഡ്യൂണൻ. ഇദ്ദേഹം ജനിച്ചത് മെയ് 8 1828 സ്വിറ്റ്സർലാൻഡിലെ ജനീവ പട്ടണത്തിലാണ്. ഈ കാര്യം കൂടി ഇതിൻ്റെ ഒപ്പം ഓർത്തു വെക്കണം. ചോദ്യം 3, അമേരിക്കൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ പ്രഥമ വനിതാ പ്രസിഡന്റ്? ഉത്തരം ക്ലാര ബർട്ടൺ. ചോദ്യം 4, റെഡ് ക്രോസിന്റെ മുഖവാക്യം? ഉത്തരം മാനവികതയുടെ കരുത്ത്. ചോദ്യം 5, ഇന്ത്യയിൽ ജൂനിയർ റെഡ് ക്രോസ് സൊസൈറ്റി ആദ്യമായി ആരംഭിച്ചത് എവിടെയാണ്? ഉത്തരം പഞ്ചാബ്. ചോദ്യം 6, 1901 പ്രഥമ സമാധാന നോബൽ സമ്മാനത്തിന് അർഹനായ റെഡ് ക്രോസ് സ്ഥാപകൻ? ഉത്തരം ഹെൻറി ഡ്യൂണൻ. ചോദ്യം 7, മുസ്ലിം രാജ്യങ്ങളിൽ റെഡ് ക്രോസ് അറിയപ്പെടുന്നത്? ഉത്തരം റെഡ് ക്രസന്റ്. ചോദ്യം 8, ICRCയുടെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസ്. ചോദ്യം 9, ഏറ്റവും കൂടുതൽ തവണ നോബൽ സമ്മാനം ലഭിച്ച സംഘടന? ഉത്തരം റെഡ് ക്രോസ്. 3 തവണ ലഭിച്ചിട്ടുണ്ട്. ആദ്യത്തേത് 1917, രണ്ടാമത്തേത് 1944, മൂന്നാമത്തേത് 1963. ചോദ്യം 10, ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി നിലവിൽ വന്ന വർഷം? ഉത്തരം 1920. ചോദ്യം 11, ജീൻ ഹെൻറി ഡ്യൂണൻ എഴുതിയ എ മെമ്മറി ഓഫ് സോൾഫെറിനോ എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത് ഏത് വർഷമാണ്? ഉത്തരം 1862. ചോദ്യം 12, ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആസ്ഥാനം? ഉത്തരം ന്യൂഡൽഹി. ചോദ്യം 13, കേരള റെഡ് ക്രോസ് ഘടകത്തിന്റെ പ്രസിഡന്റ് ആര്? ഉത്തരം കേരള ഗവർണർ. ചോദ്യം 14, ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ചെയർമാൻ? ഉത്തരം കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി. ചോദ്യം 15, അന്തർദേശീയ റെഡ് ക്രോസ് സൊസൈറ്റി ലീഗിന്റെ ആസ്ഥാനം? ഉത്തരം ജനീവ. ചോദ്യം 16, ഗാന്ധിജി റെഡ് ക്രോസിന്റെ വോളണ്ടിയറായി പ്രവർത്തിച്ചത് എന്നാണ്? ഉത്തരം ബോബർ യുദ്ധകാലം. ചോദ്യം 17, എന്നാണ് റെഡ് ക്രോസ് എന്ന പേര് ലഭിച്ചത്? ഉത്തരം നെതർലാൻഡ്സ് 1867 ഔദ്യോഗികമായി അംഗീകരിച്ചതിനു ശേഷം. ചോദ്യം 18, അമേരിക്കയിലെ അടിമത്ത നിർമ്മാർജ്ജനത്തിന് ഏറെ സഹായിച്ച ഗ്രന്ഥം ഏതാണ്? ഉത്തരം അങ്കിൾ ടോംസ് ക്യാബിൻ. ചോദ്യം 19, റെഡ് ക്രോസിന്റെ മോട്ടോ എന്താണ്? ഉത്തരം സേവനം. ചോദ്യം 20, റെഡ് ക്രോസ് അന്തർദേശീയ സമിതിയിലെ അംഗങ്ങളുടെ എണ്ണം എത്ര? ഉത്തരം 25. ചോദ്യം 21, റെഡ് ക്രോസ് ഉദയം ചെയ്തത് എപ്പോഴാണ്? ഉത്തരം 1863 ഒക്ടോബർ 29. ഈ കൊച്ചു വീഡിയോ കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും ഗുഡ് ബൈ.